ഹലോ, അസ്സാം വലൈക്കും. വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങൾ സുഖമായിരിക്കുന്നു. ഇന്ന് ഫസ്റ്റ് ടൈം ഉണ്ടാക്കാൻ പോകുന്നത് എന്താ വെച്ചാൽ ക്യാരറ്റ് തോരനാണ്. അതിന് ഒരു 4 ക്യാരറ്റിന് എടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയൊരു സവാള എടുത്തിട്ടുണ്ട്. പിന്നെ അതിന് അരപ്പിന് വേണ്ടിയിട്ട് തേങ്ങ, പച്ചമുളക്, കറിവേപ്പില നമുക്ക് അരക്കുമ്പോൾ അതിലിടാം. എല്ലാതെയും ക്യാരറ്റിലിടാം. ഫസ്റ്റ് നമുക്ക് പാൻ ചൂടാക്കാൻ വെച്ച് എന്നിട്ട് കോക്കനട്ട് ഓയിൽ ഒഴിച്ചത് അത് ചൂടായി വരുമ്പോൾ കടുക് നല്ല പൊട്ടിയതിന് ശേഷം സവാള ഇട്ട് കൊടുക്കുക കേട്ടോ. പൊട്ടിയതിന് ശേഷം കടുക് പൊട്ടിയതിന് ശേഷം സവാള ഇട്ട് കൊടുക്കുക. സവാള നല്ല ഒരുപാടൊന്നും വാടണ്ട, ചെറുതായിട്ടൊന്ന് വാടിയാൽ മതി. പിന്നെ നമ്മൾ ക്യാരറ്റ് അതിലേക്ക് ഇട്ടിട്ട് പിന്നെ വേവിക്കുന്നതല്ലേ, അപ്പോൾ ഒരുപാടൊന്നും വാടേണ്ട ആവശ്യമില്ല. സവാള ഇട്ട് വാട്ടിയതിന് ശേഷം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. കറിവേപ്പില പിച്ചിട്ട് കൊടുക്കുക കേട്ടോ. അതായത് പൊട്ടിച്ചിട്ട് കൊടുക്കുക. ഓരോ നാട്ടിലും ഓരോ രീതിയിലല്ലേ പറയുക, അതിനെ പിച്ചിട്ട് പറഞ്ഞത്. പിന്നെ അതിന് ശേഷം ക്യാരറ്റ് ഇട്ട് കൊടുക്കുക. ക്യാരറ്റ് ഇട്ടിട്ട് നല്ല മിക്സ് ചെയ്യുക. ഇനിയും ചെറുതാക്കാൻ പറ്റുന്നവർ ഇനിയും ചെറുതാക്കി അത്രയും നല്ലതാണ്. ഞാൻ എത്ര അരിഞ്ഞാൽ ഇത്രയൊക്കെ തന്നെ ചെറുതാവുള്ളൂ. പിന്നെ ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. ഉപ്പിട്ടിട്ട് നല്ല മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ അടച്ച് വെച്ച് വേവിക്കണം. ആ വേവുന്ന ഒരു ടൈമേ എടുക്കുന്നുള്ളൂ കേട്ടോ. അതിന് അത്ര സമയമൊന്നും ഇപ്പോൾ ഇത് ഉണ്ടാക്കാൻ എടുക്കില്ല. നല്ല അടച്ച് വെച്ച് വേവിക്കുക. വേവിച്ചതിന് ശേഷം പിന്നെ അരപ്പില്ല, തേങ്ങയും പച്ചമുളകും രണ്ട് വേപ്പിൻ്റെ ഇല ഞാൻ അതിലിട്ടിട്ട് കറിവേപ്പിൻ്റെ ഇട്ട് അരച്ചത് ചമ്മന്തി പോലെ ഓവറായിട്ട് ഇതാവേണ്ട, ഒരു ചമ്മന്തി രൂപത്തിലാക്കിയിട്ട് ഗ്രൈൻഡ് ചെയ്തതാണ്. അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ആഡ് ചെയ്തിട്ട് പിന്നെ നല്ല മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാൻ ക്യാരറ്റ് വേവിച്ചത് വെള്ളം ഒഴിച്ചിട്ടില്ല, വെള്ളം ഒഴിക്കാതെയാണ് വേവിച്ചത്. ആ വെളിച്ചെണ്ണയിൽ കിടന്നിട്ടാണ് അത് വെന്തത്. മൂടി വെച്ചിട്ട് തീ കുറച്ച് വെച്ചിട്ട് വേവിച്ചാൽ മതി, വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. നല്ല മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്ത് കൊടുത്ത് 2 മിനിറ്റ് ഇങ്ങനെ ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ക്യാരറ്റ് തോരൻ റെഡിയായി. അപ്പോൾ ചെറുമധുരം പോലെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിന് നമ്മൾ പച്ചമുളക് ഇട്ടാൽ മതി. കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അധികം ഇടണ്ട, അല്ലാത്തതുണ്ടെങ്കിൽ പച്ചമുളക് ഇട്ടാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ മൂടി വെച്ചിട്ട് ഓഫ് ചെയ്യുക. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. നല്ല ടേസ്റ്റ് ആട്ടോ, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന തോരനാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ, താങ്ക് യു.